ഒരു ദിവസം സത്യനന്ദിക്കാട്ട് വിളിച്ചേക്കുക. സത്യത്തെ വിളിച്ചിട്ട് സത്യൻ്റെ കോള് കാണുമ്പോൾ ചാടി എടുക്കുമല്ലോ. ആ സാറേ പറ. അപ്പോൾ പുള്ളി അല്ല ഇത് അഭിനയിക്കാൻ വേണ്ടി വിളിച്ചതല്ല, എൻ്റെ ഭാര്യ അങ്ങോട്ട് തൊഴാൻ വരുന്നുണ്ട്, ഒന്ന് തൊഴിക്കണം. ഞാൻ അവരെ സൗണ്ട് സ്വാഭാവികമായിട്ട് ഏത് വിളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം അഭിനയിക്കാനാണല്ലോ. ഞാൻ പറഞ്ഞു സാറേ അതിനെന്താ ചോദിക്കാനുള്ളതാണ്, ചേച്ചി വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി വന്ന് എന്നെ ഫോൺ ചെയ്യാം. അനിയപ്പൻ അല്ലേ, എവിടെയുണ്ട്? അപ്പം ചേച്ചി ഇപ്പം എവിടെയല്ലേ? പവിഴമല്ലി തറയുടെ അടുത്തുണ്ട്. ചേച്ചി അവിടെ നിങ്ങൾ തിരിഞ്ഞു വരുമ്പോൾ ഒരു നന്ദനത്തിലെ കൃഷ്ണൻ പോലെ ക്ഷീണിച്ചിട്ടൊരു കൃഷ്ണൻ നിൽക്കണ്ടാവും ഷാളൊക്കെ ഇട്ടിട്ട്. ചേച്ചിക്ക് ഈ ഡയലോഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്ദനത്തിലെ ക്ഷീണിച്ച കൃഷ്ണൻ. അപ്പം ഞാൻ ഇത്തിരി വണ്ണമൊക്കെ കുറഞ്ഞിരിക്കും അടുത്ത്. അപ്പം ചേച്ചി വരുമ്പോൾ ഹ്യൂമറിന്റെ രാജാവിന്റെ കൂടെ ജീവിക്കുന്ന ആളാ ചേച്ചി. ചേച്ചിക്ക് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ പ്രയോഗം ഇഷ്ടപ്പെട്ടു, നന്ദനത്തിൽ ക്ഷീണിച്ച കൃഷ്ണൻ. അങ്ങനെ ചേച്ചി വന്നു, ചേച്ചിനൊക്കെ തൊഴിച്ചു പോയി. അപ്പോൾ സത്യേട്ടൻ എന്നോടൊരു കാര്യം പറഞ്ഞു, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ നിന്റെ ആ ഒരു ആകാംക്ഷ എനിക്ക് മനസ്സിലായി, വിളിച്ചപ്പോൾ നമുക്ക് നോക്കാം എന്നേ പറഞ്ഞോളൂ. പിന്നീട് ഒരു കോള് വരികയാണ്. ബിജു തോമസ് എൻ്റെ കൺട്രോളർ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ചെറിയ വേഷം. പിന്നെ വന്ന കോള് തൊഴാൻ വേണ്ടിയിട്ട് വിളിച്ച കോളല്ല. അപ്പോഴും ഞാൻ സാറേ അല്ല, അപ്പൊ ബിജു തോമസ് വിളിക്കുന്നത്, സോറി. പക്ഷെ അത് നിമിത്തമാണ്, ആ ഭഗവതി ആ വാക്ക് കേട്ടു. അങ്ങനെ വന്നു. ഒരു ചെറിയ സംഭവമാണ്, പക്ഷെ തിയേറ്ററിൽ അത് ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഹൃദയപൂർവ്വം ഇപ്പോൾ തലങ്ങും വിലങ്ങും കോള് വരിക. നല്ല ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പടം. മോഹൻലാൽ വയസ്സാവണില്ലെന്ന് എല്ലാവരും ചോദിക്കണേ. അതായത് മോഹൻലാൽ സംഗീത് പ്രതാപിൻ്റെ കോംബോ, അതായത് ജഗതിച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭയങ്കര തരംഗമായിട്ട് സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം. ഒരു ചെറിയ വേഷമാണെങ്കിൽ കൂടി അത് ചെയ്യാൻ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. പ്രത്യേകിച്ച് സത്യേട്ടൻ്റെ പടം, സത്യനന്ദിക്കാരൻ്റെ പടത്തിലൊക്കെ ഒന്ന് വരിക എന്ന് പറഞ്ഞാൽ ഏതൊരു നടൻ്റെയും ആഗ്രഹം, ഒരു നടിയുടെ ആഗ്രഹമായിരിക്കും ആ ഫ്രെയിമിലൊന്ന് വരിക എന്നുള്ളത്. തീർച്ചയായും. അപ്പോൾ അത് സാധിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമ നമ്മുടെ പാവാടയൊക്കെ ചെയ്തില്ലേ, മാർത്താണ്ഡൻ, അദ്ദേഹത്തിന്റെ ഓട്ടം തുള്ളൽ എന്നുള്ള സിനിമയാണ്. ടൈറ്റിലാണെങ്കിലും അത് കഥ വേറെ, എന്റെ ക്യാരക്ടറും വേറെയാണ്. ആ സിനിമയാണ് ഇനി ഇപ്പോൾ വരാൻ പോകുന്നത്. പിന്നെ അതിനുശേഷം സത്യൻ അന്തിക്കാട് സാറിന്റെ മകൻ അഖിൽ സത്യൻ, നിവിൻ പോളി, അജു വർഗീസ് ആ കൂട്ടുകെട്ടുള്ള സിനിമ സർവവുമായ അത് ചെയ്തു കഴിഞ്ഞു. അത് 2 പടം. പിന്നെ ഇപ്പോൾ നടക്കുന്നത് ഒന്ന് പള്ളിച്ചട്ടമ്പി ടൊവിനോടെ അത് ഷൂട്ട് കഴിഞ്ഞു. പിന്നെ ടിക്കി ടാക്ക ആസിഫ് അലി, അത് നല്ല കിടുക്ക സാധനം, അത്യാവശ്യം നല്ല പ്രൊജക്ടുകൾ നമുക്ക് ഇനി പ്രതീക്ഷിക്കാം. അതൊരു ആക്ഷൻ മൂവിയാണ്. ഞാൻ ഇന്നവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ കൂടിയാണ്. ഫുൾ ഫൈറ്റ് ആണ് എല്ലാം ഇങ്ങനെ. അപ്പൊ ഇന്നവരില്ലാത്ത ഹ്യൂമർ സാധനം. അപ്പൊ അതിന്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആസിഫ് അലി അതിന് 130 ദിവസം ഡേറ്റ് കൊടുത്തിരിക്കുക. ആസിഫ് അലി ഇന്ന് 130 ദിവസം ടിക്കി ടാക്ക് കൊടുക്കണമെങ്കിൽ നമുക്കറിയാലോ. കാരണം ആ കളയൊക്കെ സംവിധാനം ചെയ്ത ആളാണ് രോഹിത് അല്ലേ, രോഹിത്തിന്റെ പടമാണ്. അതായാലും ഒരു വലിയൊരു മാസ് പടം തന്നെയായിരിക്കും ടിക്കി ടാക്ക. ഇതൊക്കെയാണ് എൻ്റെ സിനിമാ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ വരാൻ പോകുന്ന അഭിലാഷ് പിള്ള, മറ്റേ ചോറ്റാനിക്കര ലക്ഷ്മിക്കുട്ടി, കഥ പറയുമ്പോൾ കഥ പറയുമ്പോൾ സംവിധാനം ചെയ്തിട്ടുള്ള മോഹൻ സാറില്ലേ, മോഹൻ സാർ ഡയറക്റ്റ് ചെയ്തിട്ട് അഭിലാഷ് പിള്ളയുടെ കഥയിൽ ഗോകുലം ഗോപാലൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. വലിയ ബ്രഹ്മാണ്ഡ പടം ചോറ്റാനിക്കര പട എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ചോറ്റാനിക്കരയല്ല, പക്ഷേ എന്നാൽ ഭക്തി തന്നെയാണ്, പക്ഷേ ബ്രഹ്മാണ്ഡമാണ് പടം. അത് ചിങ്ങത്തിലെ പൂജ സബ് ഷൂട്ട്.